നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രമായി നമ്മളവരെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അവർക്ക് ഓരോ കാലത്തും ഓരോ സ്വപ്നങ്ങളാണ്. ചെറുപ്പത്തിൽ പൈലറ്റ് ആകണമെന്നാവും, പിന്നെ ചിലപ്പോൾ ഫുട്ബോളർ ആകണമെന്നാവും, ചിലപ്പോൾ പിന്നെ പോലീസ് ആകണമെന്നാവും. ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെ. എൻ്റെ അടുത്തൊരു 10-15 പെൺകുട്ടികൾ ഒന്നിച്ച് വന്ന് എന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങളൊന്ന് പറയോ ഞങ്ങളൊന്ന് UK അയക്കാൻ. ഞാൻ പറഞ്ഞു, എന്തിനയക്കണം നിങ്ങളെ? അപ്പം ഞങ്ങൾ 15 ആളും കൂടി പോകാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ രക്ഷിതാക്കൾ അയച്ചോളും എന്നൊക്കെ നമ്മളെ പരിചയമുള്ള കുട്ടികൾ വന്നിട്ട് പറയാൻ. എന്താ ഞാൻ പറയുന്ന കാര്യം? അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പഠിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, നിങ്ങൾക്ക് അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. LKGയിലായിരിക്കും 1ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് യൂറിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ബീപാത്തൂനെയും നൗഷിദനെയും അതേമാതിരി തന്നെ സുലൈഖാനെയും എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളെങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോവുക. ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ ബോളും പോന്നോട്ടെ. പോട് കണ്ട വിചാരിക്കും ഇതെന്തോ അരി കൊണ്ട് ആട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന്. നേരെ മറിച്ചിട്ട് അവനവന് മുട്ടുമ്പോൾ എല്ലാവരും വിളിച്ചു പോയൊരു ശീലമുണ്ട്. ഇതേപോലെ കോഴ്സ് ചെയ്യേണ്ട കാലല്ലെന്ന്. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡും ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ കോഴ്സ് ചെയ്യാവൂ. തോന്നിയതുപോലെ ഏതോ ലോകത്തേക്ക് കോഴ്സ് ചെയ്യാൻ നമ്മൾ പോകരുത്. നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ CS സെൻ്ററിൻ്റെ ഭാഗമായി ഒരുപാട് എഡ്യൂക്കേഷണൽ പരിപാടികളും ഭാവിയിൽ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ സെമിനാറുകൾ, പ്രോഗ്രാംസ് ഒക്കെ. നമ്മുടെ കുട്ടികൾ ഏതൊക്കെ കോഴ്സുകൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന ടെസ്റ്റുകളൊക്കെ അതിൻ്റെ ഭാഗമായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CS സെൻ്റർ കേവലം ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ മാത്രമല്ല, എല്ലാറ്റിനും കൂടി ഉതകുന്ന ഒന്നാണ്. നമ്മുടെ മക്കൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, CS സെൻ്ററിനോടൊരു അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ടെസ്റ്റ് വരുമ്പോൾ കുട്ടികളെ നെറ്റിൽ കയറിപ്പിച്ച് അതിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതിപ്പിച്ച് ആ ദിവസം കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇതേപോലെ ഹാളുകളിൽ കൊണ്ടുവന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനേഷൻ നടത്തേണ്ടുന്ന കാലത്ത് അത് നടത്തണം നമ്മൾ. കാരണം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന വലിയൊരു സേവനമാണ്. ഇതേപോലെ തന്നെ ഇപ്പതാ ഈ അടുത്ത ആഴ്ചകളിലായി ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള വലിയ എൻട്രൻസ് ടെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പോവാൻ, LLBക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സമയം വരുമ്പോൾ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ എഴുതിപ്പിക്കണം. ഇതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചറലിൻ്റെ അതിൻ്റെ കോഴ്സുകൾ വരും, അതിൻ്റെ എൻട്രൻസുകൾ വരും. അത് വരുമ്പോൾ അതിൻ്റെ അത് എഴുതിപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതേപോലെ തന്നെ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടികളും ആൺകുട്ടികളോടും ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോകണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ പോയിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ, ജർമ്മനി യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്, ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് എന്ത് വേണം? ജർമ്മൻ ലാംഗ്വേജ് അറിയണം. ജർമ്മൻ ലാംഗ്വേജിൻ്റെ സെൻറ്റേഴ്സൊക്കെ ഇപ്പോൾ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പഠിക്കാൻ പോകാം. ഞാൻ പറയുന്നത് സമ്പത്തില്ലാത്ത ആളുകൾക്കും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാലത്താണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ജർമ്മൻ അത്ര വലിയ യൂണിവേഴ്സിറ്റി ഒന്നും ആവില്ല എന്ന്. അവർക്ക് എത്രയോ വലിയ റാങ്കാണുള്ളത്. പക്ഷേ നമ്മൾ അറിയേണ്ടത് അവിടെ പോകുമ്പോഴും ദീനിയായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എന്നതാണ്. നിങ്ങൾ ഈ വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം 2600-നും 2700-നും ഇടയ്ക്ക് പള്ളികളുണ്ട്. 2700ഓളം പള്ളിയുള്ള രാജ്യത്തിൻ്റെ പേരാ ജർമ്മനി. പക്ഷെ നമ്മളെ കുട്ടികൾ പോയാൽ അതൊന്നും കാണൂല. നമ്മളെ കുട്ടികൾ പോയാൽ നേരെ കാണില്ല. ഞങ്ങളൊരു പള്ളിയിൽ പോയി, ആ പള്ളിയിൽ പോയപ്പോൾ കുട്ടികളുണ്ട് അവിടെ ഗുസ്തി കളിച്ച് നടക്കണം. അതായത് വലിയ പള്ളിയാണ്. എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. നല്ല ചെറുപ്പക്കാർ വിദ്യാർത്ഥി, അവിടുത്തെ ജർമ്മൻ കുട്ടികളും ഇംഗ്ലണ്ടിൽ നിന്നുള്ള കുട്ടികളൊക്കെയാണ്. അവർ പള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വളരെ രസകരമായ ഇതൊക്കെ. അതിനൊക്കെ നമ്മുടെ പള്ളികൾ അനുവദിച്ച് കൊടുക്കാൻ വേണം. ഞാൻ ഫത്വ പറയല്ല. പള്ളികളെന്ന് പറഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്ന സാധനം മാത്രമല്ല, കുട്ടികൾക്ക് വന്നിരിക്കാൻ, കുട്ടികൾക്ക് പുസ്തകം തുറക്കാൻ, കുട്ടികൾക്ക് വായിക്കാൻ, അതിന് പറ്റിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെയും. അവിടെങ്ങനെയാണ് അവിടെയൊക്കെ പള്ളികൾ അവർ സ്വരൂപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഓസ്ട്രേലിയ ചുറ്റുവട്ടത്ത് ഒരു പള്ളി തന്നെ 7 ടർഫുണ്ട്. ഞാൻ ET മുഹമ്മദ് ബഷീർ സാഹിബും കൂടി പോയപ്പോൾ ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്ത് 7 ടർഫുകൾ. അത് സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, പള്ളിയിൽ വരുന്നവർക്ക് കളിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ടർഫ് പോണവർ പള്ളിയിലും പോവില്ല, പള്ളിയിൽ പോണവർ ടർഫിലും പോവില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നേരെ മറിച്ചിട്ട് എന്താക്കണം? കുട്ടികളുടെ കൂടെ നമ്മൾ ഒന്നിച്ച് കളിക്കണം. കുട്ടികളുടെ കൂടെ ചിലപ്പോൾ കളിക്കേണ്ടി വരും. ഞാൻ ആവേശത്തോടെ എന്ന് പറഞ്ഞത് ഇന്നലെ കളിച്ചതുകൊണ്ടും കൂടിയാണ്, നിങ്ങൾക്കൊന്നും തോന്നരുത്. അതുകൊണ്ട് കുട്ടികളുടെ കൂടെ കളിക്കേണ്ടി വന്നാൽ കളിക്കണം. ടർഫിന് നമ്മളങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചിലപ്പം 13 ആളുണ്ടെങ്കിൽ 100 ഉറുപ്പിയാവും. എന്നും കളിക്കാൻ പോകേണ്ട, സാമ്പത്തികമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷേ കുട്ടികൾ അളകും പോലെ നമ്മൾ അവരുടെ കൂട്ടത്തിലൊക്കെ ആയി നമ്മളും വന്ന് കളിക്കാൻ പോകണം. ചുറ്റുവട്ടത്തൊക്കെ പള്ളികൾ പോയാൽ, പുറത്തൊക്കെ പള്ളികളിൽ പോയാൽ പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേറെ ലൈബ്രറി ഉണ്ടാവും, ആണുങ്ങൾക്ക് വായിക്കാൻ ലൈബ്രറി ഉണ്ടാവും, ഖുർആൻ ചർച്ച ചെയ്യാൻ ലൈബ്രറികൾ ഉണ്ടാവും, പരിപാടികളുണ്ടാവും.
ഇങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുടുംബത്തെ വളർത്തുകയും വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പോകേണ്ടി വന്നാൽ അവിടെ പോയി പഠിപ്പിക്കാനുള്ള ടെസ്റ്റുകൾ കൂടി എൻ്റെ പ്രിയപ്പെട്ട CS സെൻറ്ററിനോട് ഞാൻ പറയാണ്. എന്ന് വെച്ചാൽ കൊല്ലത്തിലായി നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. ആകെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വരുമ്പോൾ അതിന് 4 സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകൾ ആദ്യം ഒന്ന് ട്രെയിനിങ് കൊടുക്കുക, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ. ഇന്ന് എറണാകുളത്ത് പോകേണ്ട കാര്യമില്ല, മൊബൈലിൽ ഈ സാധനം അവൈലബിൾ ആണ്. 4 മാസത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക, എന്നിട്ട് കുട്ടികൾ അത് ചെയ്തു കൊടുക്കുക. ഇതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ഇപ്പം ഞാൻ എപ്പോഴോ സൂചിപ്പിക്കാറുണ്ട്, ഞാൻ അറിയുന്ന 3 കുട്ടികൾ ഇപ്പോൾ MM സ്കൂൾ കാലിക്കറ്റിലെ, MES സ്കൂൾ തിരൂരിലെ, അതേമാതിരി കൊണ്ടോട്ടിയിലെ, മലപ്പുറം കോഴിക്കോടുമായി ബന്ധപ്പെട്ട 3 കുട്ടികൾ ഈ പ്രാവശ്യം LSEയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഏതാ സാധനം എന്നൊക്കെ. അവിടെ പഠിച്ചിറങ്ങിയിട്ടാണ് പ്രിയപ്പെട്ട ഡോക്ടർ അംബേദ്കർ നമ്മുടെ നിയമനിർമ്മാണം ഉണ്ടാക്കിയത്. LSEയുടെ പുത്രനാണ് ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ അംബേദ്കർ പഠിച്ചിറങ്ങിയ അന്നത്തെ ഏറ്റവും ടോപ്പ് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെയാണ് ഇയാൾ ഈ പറയുന്നതെന്ന്. മലയാളി കുട്ടികൾ എൻട്രൻസ് എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. CS സെൻറ്ററിൻ്റെ കീഴിൽ നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകട്ടെ എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും തൊടുന്ന CS സെൻറ്ററായി നമ്മൾ ഉണ്ടാകണമെന്നാണ്. കാരണം ഇത് CH സെൻറ്ററാണ്. CH വന്നത് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവകാരിയായിട്ടാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ തന്നെ കാത്തു നിൽക്കുന്ന രാത്രി 1 മണി വരെ 2 മണി വരെ CHന് അന്നത്തെ ഉമ്മാമ്മമാർ കാത്തിരിക്കുമായിരുന്നു, മുത്തശ്ശിമാർ കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് നട്ടപ്പാതിരക്ക് ഏതൊക്കെയോ പരിപാടികൾ കഴിഞ്ഞ് വരും, അതുവരേക്കും ഇവർ ഇരിക്കും. മുന്നിലുള്ളതെല്ലാം ആണുങ്ങളാണ്. അന്നത്തെ അച്ചടക്കത്തോടു കൂടി വരാന്തകളിലും പീഡക്കൊലായിൻ്റെ മേലത്തും കയറിയിരിക്കാൻ ഈ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അന്ന് കാച്ചുത്തുണിയെടുത്ത ഉമ്മാമ്മമാർ അവരെ ചൂണ്ടിയിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് CH പറയുമായിരുന്നു, പ്രിയപ്പെട്ട മക്കളെ ഇവരെ ചൂണ്ടിയിട്ട് പറയും, നിങ്ങളുടെ വല്യമ്മമാർ, നിങ്ങളുടെ ഉമ്മാമ്മമാർ, നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ഉമ്മാമ്മമാരെ, നിങ്ങളുടെ പേരക്കിടാങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിലൂടെ കടന്നു പോകുന്നത് ഈ CH മുഹമ്മദ് കോയ സ്വപ്നം കാണുന്നു എന്നതാണ്. ഈ സ്വപ്നം കണ്ട അതേ CH മുഹമ്മദ് കോയ നിങ്ങളിപ്പോൾ മെല്ലെ ഒന്നിരുന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. പ്രസംഗം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക. ലീഗയുടെ പ്രസംഗങ്ങൾ കേൾക്കണ്ട, ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ ഇപ്പുറത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ഗൂഗിൾ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. CH മുഹമ്മദ് കോയ ഈസ് എ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. അതാണ് CH മുഹമ്മദ് കോയ സാഹിബ്. ആ CHന്റെ പേരിൽ ഒരു സെന്റർ നമ്മളിവിടെ തുടങ്ങുമ്പോൾ ആതുര സേവന രംഗത്ത് നമ്മൾ ചെയ്യുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഡയാലിസിസ് സെന്ററുകളും അതേപോലെ തന്നെ മറ്റുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുവെന്നാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ മൂർധന്യതയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക എന്നത്. അതിന് നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകണം. സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത്. കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി മാറ്റല്ലേ. അവരെ നമ്മുടെ സ്നേഹത്തോടെ നമ്മളെ വറുതിയിൽ നിർത്തി, ചൊൽപ്പടിയിലല്ല, സ്നേഹത്തോടെ നമ്മുടെ സർക്കിളിൽ നിർത്തി, നമ്മളെ വറുതിയിൽ നിർത്തി അവർക്ക് വേണ്ട എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ എഴുതിപ്പിച്ച് അതിൽ പ്രധാനമായിട്ടും എന്താണ് ബ്രിക്സ് യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ വരും. എന്ന് വെച്ചാൽ ഓക്സ്ഫോർഡിൻ്റെ, കേംബ്രിഡ്ജിൻ്റെ, ടെക്സസിൻ്റെ, കാലിഫോർണിയയുടെ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സംഘാടകൻ നേരത്തെ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ കേംബ്രിഡ്ജിൽ പോയത് ഞാൻ കണ്ടു, ഫോട്ടോ കണ്ടു. ഇതേപോലെ ഞാനും പോയിട്ടുണ്ട് അവിടെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തൊക്കെയായി പറയുന്നത് എന്ന്. ഇപ്പം കേംബ്രിഡ്ജിലും ഈ ഓക്സ്ഫോർഡിലും ഇഷ്ടം പോലെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് CS സെൻറ്ററിൻ്റെ വഴിയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ട് എത്തിക്കൂടാ? അതിൻ്റെ ടെസ്റ്റുകൾ റെഫറൻസ് സ്കിൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ തോട്ട്സ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഈ 7 സ്കില്ലുകളെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ എൻട്രൻസുകൾ എഴുതി അവിടെ എത്തട്ടെ. അങ്ങനെ ഓക്സ്ഫോർഡിൻ്റെ, കേംബ്രിഡ്ജിൻ്റെ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഇന്ത്യയിൽ നിന്ന് ഇന്നേ വരെ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് ഡോക്ടർ KR നാരായണനാണ്. ആ KR നാരായണനും പഠിച്ചത് ഇത് LSEയിലാണ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. ഇത്തരം പ്രതിഭാധാരികൾ പഠിച്ചിട്ടുള്ള ആ ക്യാമ്പസിലെത്താൻ വേണ്ടി നമ്മുടെ കുട്ടികളെ തയ്യാറാക്കുന്ന ടെസ്റ്റുകൾ കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഭാവിയിൽ ഇവിടെ നടത്തുമ്പോൾ ഇതൊരു സമഗ്ര പദ്ധതിയാണ്. കേവലം ഒന്നല്ല, ഏതെങ്കിലും ആതുര സേവനം തുടങ്ങി അവരെ സഹായിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെയൊക്കെ മക്കളുടെ മക്കളുമൊക്കെ ഉയർന്ന തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാകാനാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നല്ല. അഥവാ നിങ്ങളിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കുട്ടിക്ക് സിവിൽ സർവീസ് ചെയ്യാനുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് കുറേ ക്വാളിറ്റീസ് വേണമല്ലോ. ആ ക്വാളിറ്റി ഉണ്ടെന്ന്
എന്ന് ടെസ്റ്റിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ വിട്ടിട്ട് നിങ്ങളെ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ മാസത്തിൽ 10,000 15,000 തന്നുകൊണ്ട് ആ കുട്ടികളെ ഈ ഉയരത്തിലേക്ക് എത്തിക്കാനും ഒരു പക്ഷേ ഈ KMCC-ക്കാർ തന്നെ ഉണ്ടാകും. അവിടെ സമ്മതമില്ലാതെ പറഞ്ഞോട്ടെ, ഇത്രയും കാലം KMCC-ക്കാർ അത് ചെയ്തിട്ടുണ്ട്, അവരത് ചെയ്യാൻ തയ്യാറുമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സമഗ്രമായ പദ്ധതിയിലേക്കായിരിക്കണം നമ്മുടെ കുട്ടികൾ പോകേണ്ടത്.